ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. എൻ്റെ ചേട്ടൻ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നാണ് നാട്ടിൽ വന്നത്. മാമൻ്റെ മരണമൊക്കെ ഉണ്ടായതോട് കൂടിയിട്ട് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സമയമൊന്നും കിട്ടിയില്ല. ഞാൻ തന്നെ വന്ന് നാട്ടിലെത്തിയതിന് ശേഷം അറിഞ്ഞത് ചേട്ടൻ എത്തിയെന്ന്. അപ്പോൾ ചേട്ടൻ എന്താ പറയുക, പെട്ടെന്നുള്ള വരവിൽ എൻ്റെ ഫാമിലിക്കും എനിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. അത് നമ്മൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആങ്ങളമാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു സാധനം കിട്ടിയാലും വലിയ നിധിയാണല്ലോ നമുക്ക്. അപ്പോൾ ചേട്ടനോട് ഞാൻ പറയാറുണ്ട്, ഒന്നും കൊണ്ടുവരണേ ചേട്ടൻ എന്നും ചോദിക്കാറുണ്ട്, വരുമ്പം തൊട്ട് കൊണ്ടുവരണേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഒന്നും വേണ്ട ചേട്ടാന്ന് പറയാറ്. പക്ഷേ ഇത് പ്രതീക്ഷിക്കാണ്ട് കുറേ സാധനങ്ങൾ നമ്മൾക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാം, ഇതെൻ്റെ ചേട്ടൻ ഡിസൈൻ ചെയ്ത ഇതാണ് കേട്ടോ, കലണ്ടർ. ഇക്കൊല്ലത്തെ ഇതെൻ്റെ ചേട്ടൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചേട്ടൻ ചെയ്ത കാരണം ഇത് അവിടുത്തെ VIP കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണെന്നാണ് പറഞ്ഞത് ചേട്ടൻ. അപ്പോൾ ചേട്ടന് 3-4 പീസ് കിട്ടിയാൽ ഒരെണ്ണം ചേട്ടൻ പെങ്ങൾക്ക് വേണ്ടി അയച്ചു. ഇതിങ്ങനെ മാറ്റി മുകളിൽ മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. പിന്നെ ചേട്ടൻ ഡിസൈൻ ചെയ്ത കുറച്ച് കാർഡുകളുണ്ട്, കുറേ എണ്ണം ഉണ്ട്, ഓരോന്നോരോന്ന് കാണിക്കാൻ നേരമില്ല. പിന്നെ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ഒരു വാച്ച് കൊടുത്തയച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, ഞാനങ്ങനെ വാച്ചൊന്നും കെട്ടാറില്ല കേട്ടോ. കെട്ടാറില്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോൾ അതിൽ മുന്നേ എനിക്ക് പറഞ്ഞ അച്ഛൻ വാങ്ങിച്ചെന്നുണ്ടായിരുന്നു. അത് കേടായി എന്ന് പറഞ്ഞാൽ ബാറ്ററി നിന്നപ്പോൾ എനിക്ക് കല്യാണത്തിന് വാച്ച് കിട്ടി. അത് കഴിഞ്ഞ് അത് കെട്ടി നടക്കാറുണ്ട്. പിന്നെ പാപ്പൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പാപ്പൻ കൊണ്ടുവന്നിട്ട് ഒരെണ്ണം തന്നത്. പിന്നെ അമ്മ തന്നിട്ടുണ്ടായിരുന്നു ഒരു വാച്ച്. അങ്ങനെ 2-3 വാച്ച് എൻ്റെ കയ്യിലുണ്ട്. അമ്മയ്ക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു, അത് അമ്മ എനിക്ക് തന്നത്. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ കെട്ടാറില്ല കേട്ടോ. കാരണം ഒരു കൈമ വളയും ഒരു കൈമ കഴിച്ചാനാ അങ്ങനെയൊക്കെ മാറി ഇടുന്ന കാരണം അങ്ങനെ കെട്ടാറില്ല ഞാൻ. പക്ഷെ ഇത് ഞാൻ കെട്ടും, കാരണം എൻ്റെ ആങ്ങള എനിക്ക് തന്നതാണ്. അപ്പോൾ ഇത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഇതെൻ്റെ ചേട്ടൻ എനിക്ക് തന്നിട്ടുള്ള, പറയാറിയില്ല എനിക്ക്, ഒരു ഗിഫ്റ്റ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും കെട്ടും, ഇതാർക്കും ഞാൻ കൊടുക്കില്ല. പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ കൈമലൊക്കെ വൈറ്റ് കളറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടും, എന്തായാലും ഇടും ഞാൻ. കാരണം നമ്മൾ ഒരു വിശ്വസിച്ച് ഒരു കൊറിയർ സർവീസിലൊരു സാധനം അയക്കുമ്പോഴേ അത് സുരക്ഷയായിട്ട് നമുക്ക് എത്തിക്കേണ്ടത് അവരുടെ കടമയാണല്ലോ. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ എനിക്ക് കൊടുത്തയച്ച ക്രീം പൊട്ടി ഒലിച്ചിട്ടുണ്ടാകെ. അതുകൂടാണ്ട് പൗഡർ ഉണ്ടായിരുന്നത്, പൗഡർ മുഴുവൻ തുറന്ന് ആ ഡബ്ബ മുഴുവൻ പൊട്ടി. അതിൽ നിന്ന് എന്താ പറയുക, എല്ലാ സാധനങ്ങളുടെ മുകളിലും നിറച്ച് പൗഡറായിരിക്കുന്നു. ആ വീഡിയോ ഞാൻ ചെയ്യാം, അത് ഞാൻ പറയാം. പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഈത്തപ്പഴം, ബദാമും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബദാമൊക്കെ പൊട്ടിയിട്ട് ആകെ പൊക്കൊടുത്തായിരുന്നു, കണ്ടില്ലേ ബദാം പൊട്ടിയിട്ടുള്ളത്. ബദാമുണ്ട്, സ്പ്രേകളുണ്ട്, ഇതേ കണ്ട. അതുപോലെ തന്നെ ഇതേ ഈ ഫ്രൂട്ട്സിൻ്റെ പേര് ഇത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫ്രൂട്ട്സിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂട്ടെ. പിന്നെ അതെ അഞ്ചീറുണ്ട്. പിന്നെ അതെ ഈ ക്രീമിന് ആകെ ഒലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രീം ആകെ പൊട്ടി ഒലിച്ചിട്ടുണ്ട് ഇത്. പക്ഷെ ഞാൻ കാണിക്കുകയാണ്, എൻ്റെ ആങ്ങൾ എനിക്ക് കൊടുത്തയച്ചതാണല്ലോ. പിന്നെ അതെ പിള്ളേഴ്സിന് പേന, പെൻസില്, പിള്ളേഴ്സ് വലുതായി എന്നാലും ചേട്ടൻ അവിടെ മക്കൾക്ക് കൊണ്ടുവന്നതെന്ന് ഇവർക്കും കൊടുത്തയച്ച പെൻസിലിൻ്റെ ഒക്കെ ആവശ്യം കഴിഞ്ഞെന്ന് വെച്ചാലും ഇവർക്ക് മാമൻ കൊടുത്തയക്കുന്ന സാധനങ്ങളൊക്കെ വലിയ കാര്യങ്ങളാട്ടാ. പിന്നെ പൗഡർ പൊട്ടി. പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. ആ ചോക്ലേറ്റ്സ് അത് നമുക്ക് ദുബായിലത്തെ എന്ന് പറഞ്ഞൊരു പ്രത്യേകതയാണല്ലോ. അതുപോലെ പിസ്ത. എൻ്റെ മക്കളോട് ആര് ദുബായിൽ നിന്ന് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ പിസ്ത എന്ന് പറയുക. ഇവിടെയും കിട്ടും, പക്ഷേ അവിടുത്തെ അത്ര ടേസ്റ്റ് വരില്ലല്ലോ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാൻ വിട്ടുമോയെന്നറിയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ കാണിച്ചല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ സാധനം നല്ല ഇഷ്ടമായിട്ടേ, കലണ്ടർ എൻ്റെ ചേട്ടൻ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഒന്ന് എല്ലാവർക്കും ഒന്നും കൂടി കാണിക്കണം തോന്നി എനിക്ക്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ വളരെ സന്തോഷം, 815 വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ പറയില്ലേ, എൻ്റെ ഫെബ്രുവരി 4 ആനിവേഴ്സറിയാണ്.
അതിൽ മുന്നേ 1000 ആക്കണം എന്ന് വിചാരിക്കുന്നു. ആവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയും 200 ഉണ്ട്. ആയാലെൻ്റെ ഭാഗ്യം. ആ ഒരു പ്രതീക്ഷ നടക്കുന്നു വിചാരിക്കുന്നു നടക്കുന്നു. അങ്ങനെ വിശ്വാസത്തോടു കൂടി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ എത്തിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിശ്വാസത്തോടു കൂടി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.